പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ബോംബെ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളും ഒരു വിധിയും ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പ് മഹാരാഷ്ട്ര പോലീസ് രജിസ്റ്റർ ചെയ്ത അഥവാ മഹാരാഷ്ട്ര ATS രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് കൃത്യം ഒരാഴ്ച മുമ്പാണ് ഈ കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസ് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ കേസ് എന്നുള്ളത് രാജ്യത്തെ നിയമസംഹിതയെ അട്ടിമറിച്ചുകൊണ്ട് ഭീകര പ്രവർത്തനം നടത്താൻ ഇവർ ശ്രമിക്കുന്നുവെന്നും ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നുമാണ് NIA ആരോപിക്കുന്നത്. ആദ്യം മഹാരാഷ്ട്ര പോലീസ് അന്വേഷിച്ച ഈ കേസിൽ പിന്നീട് NIA ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ബോംബെ ഹൈക്കോടതി ഇന്ന് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ നിരീക്ഷിക്കുകയുണ്ടായി. അതായത് കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. ഇതിൽ പ്രതികളായ അല്ലെങ്കിൽ ഇതിൽ കുറ്റാരോപിതരായ 3 പേരും ചില സെമിനാറുകളിൽ പങ്കെടുത്തുവെന്നും ആ സെമിനാറുകളിൽ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായി എന്നും അവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് NIA ആരോപിക്കുന്നുള്ളത്. എന്നാൽ ഇതിൽ വളരെ വ്യക്തമായിട്ട് കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ആ നിരീക്ഷണങ്ങൾ എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പ് അവർക്കെതിരെ UAPA പോലെയുള്ള നിയമങ്ങൾ നിലനിൽക്കില്ല. അതായത് പോപ്പുലർ ഫ്രണ്ട് നിയമം മൂലം നിരോധിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ഭീകരവാദ പട്ടികയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പുണ്ടായ കേസാണ്. ആ കേസ് എന്നുള്ളത് അന്ന് നടത്തിയ സെമിനാറും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ്, അന്ന് അവിടെ നടത്തിയ പ്രഭാഷണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു നിയമപ്രകാരം നിലനിൽക്കുന്ന സമയത്താണ് ആ സംഘടനയുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ഈ ഒരു നിയമപ്രകാരം UAPA നിയമപ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കുമോ എന്നുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. അഥവാ ഈ പോപ്പുലർ ഫ്രണ്ട് ആയുധ പരിശീലനം അല്ലെങ്കിൽ കരാട്ട ക്ലാസ്, അവിടെ നടത്തിയ സെമിനാർ തുടങ്ങിയ കാര്യങ്ങൾ രാജ്യവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയോ എന്നതിന് കൃത്യമായിട്ടുള്ള തെളിവ് നൽകാൻ നിലവിലുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ ഔറംഗാബാദ് ബെഞ്ചിൽ നിന്നും വന്നിരിക്കുന്നത്. അഥവാ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് നിരോധനമായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേസുകൾ നടക്കുന്നുണ്ട്. ഈ അടുത്താണ് സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും ചില കേസുകളിൽ ചില തിരിച്ചടികൾ NIAക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കേസിൽ വളരെ NIA കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ നമ്മൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അത് വിചാരണ നടപടികൾ നിരീക്ഷിക്കാമെന്നാണ്. നിലവിൽ 2 കൊല്ലവും 8 മാസവും ജയിലിൽ കഴിയുന്ന ഈ 3 പ്രതികളും ഈ വിചാരണ നടക്കുന്ന 145ഓളം സാക്ഷികൾ ഈ കേസിലുണ്ട്. ഈ സാക്ഷികളിൽ ആകെ 3 പേരെയോ മറ്റോ ആണ് വിസ്തരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും കേസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും സാക്ഷി വിസ്താരം പൂർണ്ണമായിട്ടും നടക്കാൻ ഇനിയും കാലതാമസം നേരിടുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ജാമ്യം നൽകുന്നുവെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഏറ്റവും സുപ്രധാനമായിട്ട് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചർച്ചയായിരിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ട് നിയമം മൂലം നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് അതിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ, അതായത് സെമിനാറുകളിലോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺവെൻഷനുകളിലോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും പങ്കാളികളായി എന്നതുകൊണ്ട് അവർ കുറ്റക്കാരാവുന്നില്ല. അവർ ഒരു നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയിലാണ് അന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അപ്രകാരം തന്നെ നിലനിൽക്കുന്നു. അതൊരു കുറ്റകരമായ കുറ്റകൃത്യമല്ല എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അതുകൂടാതെ തന്നെ നിലവിൽ അവർക്കെതിരായ ആരോപണങ്ങളിൽ NIA ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഉതകുന്ന തെളിവുകൾ അത് വിചാരണ വേളയിൽ കോടതികളിൽ സമർപ്പിച്ച് വിചാരണ നടപടികൾ നേരിട്ട് ആണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവർക്ക് ജാമ്യം നിഷേധിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ മുൻ പോപ്പുലർ ഫ്രണ്ടുകാരായി എന്നതിന്റെ പേരിൽ ജയിലിലടക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഉണ്ടാവേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നുള്ളത്. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ
കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും ജയിലിലടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്ന ഒരു സമയത്താണ് ബോംബെ ഹൈക്കോടതിയിൽ നിന്നും ഇത്തരം ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സുപ്രധാനമായ കാര്യം. അതുകൂടാതെ തന്നെ മുൻ PFI പ്രവർത്തകരായ ഈ 3 പേർക്കും വളരെ വലിയ രീതിയിലുള്ള കുറ്റാരോപിതരായ ഇവർക്ക് 3 പേർക്കും ബോംബെ ഹൈക്കോടതിയുടെ ഔറംഗാബാദ് ബെഞ്ച് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് പറയാനുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട മറ്റു കേസുകൾ വിവിധ കോടതികളിൽ അതിന്റെ വിചാരണകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്തൊക്കെ തെളിവുകളാണ് NIA കൊടുക്കാൻ പോകുന്നതെന്നും NIAയുടെയും ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെയും കയ്യിലുള്ള തെളിവുകൾ കോടതികളിൽ സമർപ്പിക്കാൻ എത്രത്തോളം സാധിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും നിരവധി കേസുകൾ രാജ്യത്തിന്റെ വിവിധ കോടതികളിൽ നടക്കുമ്പോൾ ഇത്തരം വിചാരണ നടപടികളിൽ ഇത്തരം തെളിവുകൾ നൽകാൻ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപരമായ ബാധ്യത നിറവേറ്റേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം.